പ്രശസ്ത സിനിമാ നടൻ അല്ലു അർജുന് തന്നെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ആരാധകരിൽ നിന്ന് 1000 ആരാധകർക്ക് തന്നെ ഒന്ന് കാണാനുള്ള അവസരം ഒരുക്കി കൊടുത്തപ്പോൾ ഈ 1000 ആരാധകർ അല്ലു അർജുനെ കാണാനെത്തി. അവര് അല്ലു അർജുനെ കാണാൻ വരുമ്പോൾ എന്തൊരു സന്തോഷായിരുന്നു. അവര് അല്ലു അർജുനുമായിട്ട് ഫോട്ടോ എടുത്തു. അല്ലു അർജുന്റെ മുമ്പിൽ അവര് ഡാൻസ് കളിച്ചു. പലരും കുപ്പായമൂരി കാണിച്ചു കൊടുത്തു. അവര് കുപ്പായമൂരിയപ്പോ അല്ലു അർജുന്റെ ഫോട്ടോ അവരുടെ ശരീരത്തിൽ അവർ പച്ച കുത്തിയിരുന്നു. അത്രയും സ്നേഹം. ഒരു മനുഷ്യന്റെ ഫോട്ടോ ഒക്കെ ശരീരത്തിൽ പച്ച കുത്തുക എന്ന് പറഞ്ഞാൽ ആ രൂപം വരച്ച് കഴിയുന്നത് വരെയും അതിന്റെ വേദന അവർ അനുഭവിക്കണ്ടേ. പക്ഷെ അത് അവരുടെ ആരാധനാപാത്രം അല്ലു അർജുന് വേണ്ടിയാകുമ്പോൾ അവർക്കതൊരു പ്രശ്നമല്ല. ഇപ്പൊ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് സൂഫിയാക്കൾ അള്ളാഹുവിനെ പ്രണയിച്ചു പോയപ്പോൾ, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു പോയപ്പോൾ അവരുടെ മനസ്സുകൊണ്ട് അവർ പറഞ്ഞു പോയത് ഖിയാലുക ഫീ ഐനി വദിക്റുക ഫീ ഫമി വമസ്വാക ഫീ ഖൽബി ഫഅൈന തഗൈബു. ഖിയാലുക ഫീ ഐനി, അല്ലാഹുവേ നിന്റെ രൂപം എൻ്റെ കണ്ണിലാണ്. വദിക്റുക ഫീ ഫമി, നിന്നെ കുറിച്ചിട്ടുള്ള സംസാരം എൻ്റെ വായിലാണ്. വമസ്വാക ഫീ ഖൽബി, നീ എൻ്റെ കൽബിൽ സ്ഥിരപ്പെട്ടവനാണ്. ഫഅൈന തഗൈബു, പിന്നെ എവിടെയാണ് റബ്ബേ നീ മറയുക? അപ്പോ ഈ സൂഫിയാക്കൾ എന്ത് ചെയ്തു? അള്ളാഹുവിനെ പ്രണയിച്ചപ്പോ അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ അടുത്ത് ഞാനുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ പ്രണയിക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ കഴിയും? നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ ഞാൻ അടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞ ആ ഒരു വാസ്തവത്തിലേക്ക്, സത്യത്തിലേക്ക് അവനിക്ക് എത്താൻ കഴിയും. അത് കാണാനും കഴിയും. എവിടെയാണ് അള്ളാഹു ഇരിക്കുന്നത്?